വെൽക്കം ടു റസിയാസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്യാരറ്റ് ലേഹ്യത്തിൻ്റെ വീഡിയോ ആയിട്ടാണ്. അത് ഞാനല്ലാട്ടോ ഉണ്ടാക്കുന്നത്. മോള് ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മോളുടെ പ്രസവ ശുശ്രൂഷയുടെ ഭാഗമായിട്ട് പരിചരിക്കാൻ വന്ന താത്ത ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ക്യാരറ്റ് ലേഹ്യത്തിന് വേണ്ടി 2 കിലോ ക്യാരറ്റാണ് എടുത്തിട്ടുള്ളത്. അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം തൊലിയൊക്കെ കളഞ്ഞ് വലിയ പീസാക്കി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി 3 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്ന് 4 കപ്പ് ഒന്നാം പാലും 5 കപ്പ് രണ്ടാം പാലും എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ 2 കപ്പ് രണ്ടാം പാലും ഒഴിച്ചിട്ടാണ് ക്യാരറ്റ് വേവിച്ചെടുക്കുന്നത്. നമുക്ക് പ്രഷർ കുക്കറിൽ ഒരു 3 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ക്യാരറ്റൊക്കെ വെന്തിട്ടുണ്ട്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ചൂടാറിയതിന് ശേഷം നമുക്കൊന്ന് അരച്ചെടുക്കാം. നമുക്ക് ക്യാരറ്റ് ലേഹ്യത്തിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. 4 കപ്പ് ഒന്നാം പാൽ എടുത്തിട്ടുണ്ട്. പിന്നെ രാഗി 200 ഗ്രാം എടുത്തിട്ടുണ്ട്. പനങ്കൽക്കണ്ടം 1/4 കിലോ. പിന്നെ നെയ്യ് 200 ഗ്രാം. പിന്നെ ബദാം 100 ഗ്രാം. പിന്നെ 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി. നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേഹ്യം ഉണ്ടാക്കാം. അപ്പോൾ ലേഹ്യം നമ്മൾ വിറകടുപ്പിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി അടുപ്പ് കത്തിച്ച് ഉരുളി അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ക്യാരറ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്കിയുള്ള രണ്ടാം പാലും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് പനങ്കൽക്കണ്ടാണ്. നമ്മൾ മധുരത്തിനായിട്ട് പനങ്കൽക്കണ്ടാണല്ലോ ചേർക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണമുള്ളതാണ്. പിന്നെ ധാരാളം അയേണും മിനറൽസും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വിളർച്ച മാറാനും ഒക്കെ നല്ലതാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വളരെ നല്ലതാണ് ഈ ലേഹ്യം. ഇനി നന്നായി ഇളക്കിയ കൽക്കണ്ടൊക്കെ നന്നായി അലിഞ്ഞ് ചേർന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് റാഗിപ്പൊടി ചേർത്ത് കൊടുക്കണം. അപ്പം അതുവരെ നമ്മൾ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ റാഗിപ്പൊടി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഒന്നാം പാലുണ്ടല്ലോ അതിൽ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ കൽക്കണ്ടൊക്കെ നന്നായി അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി റാഗിപ്പൊടി നമുക്ക് തേങ്ങാപ്പാലിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള 200 ഗ്രാം റാഗിപ്പൊടി തേങ്ങാപ്പാൽ നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഉരുളിയിലേക്ക് ഒഴിക്കുമ്പോൾ ഒപ്പം തന്നെ നന്നായി ഇളക്കി കൊടുക്കണം. അതല്ലെങ്കിൽ അത് കട്ട പിടിക്കുള്ളൂ. നമുക്ക് കൈയെടുക്കാതെ നന്നായി ഇളക്കി കൊടുക്കണം. ഇനി ഇതിൽ നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള തേങ്ങാപ്പാലൊക്കെ വറ്റി വെള്ളത്തിൻ്റെ അംശമൊക്കെ മുഴുവനായിട്ട് പോയതിന് ശേഷം വേണം നമ്മളിതിലേക്ക് പശു നെയ്യ് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായി വറ്റി വരുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പശു നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഇത്ര അധികം ഒഴിക്കുന്ന കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട കേട്ടോ. പിന്നെ ആ നെയ്യിൽ കിടന്ന് വെന്താലാണത് നല്ല ടേസ്റ്റ് എന്നാണ് താത്ത പറയുന്നത്. അപ്പോൾ നമ്മളത് നല്ല ലേഹ്യമൊക്കെ പാകമായതിന് ശേഷം ആ നെയ്യ് അതിൽ നമുക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ പശു നെയ്യിൻ്റെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മളത് കുറച്ച് സമയം കൂടി നന്നായി ഇളക്കി നന്നായി വറ്റി വന്നതിന് ശേഷം നമുക്ക് നമ്മളെടുത്ത് വെച്ചാൽ ബാക്കി ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ ബദാമും പിന്നെ ഏലക്കാപ്പൊടിയൊക്കെ ചേർത്ത് കൊടുക്കണം. ബദാം ഒന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് തരിതരിപ്പായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ലേഹ്യം ഏകദേശം പാകമായി വന്നിട്ടുണ്ട്.
അപ്പോൾ നമ്മളുടെ ക്യാരറ്റ് ലേഹ്യം ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ മേലെ നെയ്യൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ബദാം പൊടിച്ചതും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് അടുപ്പിൽ നിന്ന് മാറ്റാം. ബദാം ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അടുപ്പത്ത് അതേസമയം വെച്ചാൽ അത് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിനി അത് ഉരുളി അടുപ്പിൽ നിന്ന് മാറ്റാം. ഈ ലേഹ്യം നമുക്ക് ചൂടായതിന് ശേഷം നമുക്ക് ഹൽവ പോലെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം നമ്മൾ കേക്ക് ടിന്നിൽ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം അതിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ ലേഹ്യം മുഴുവനും കേക്ക് ടിന്നിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ മേലെ വരുന്ന നെയ്യ് നമുക്ക് ചെരിച്ചതിന്ന് എടുക്കാം. ബാക്കി നെയ്യ് ഉരുളിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ അത് നമ്മളെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മധുരമുള്ള എന്തെങ്കിലും ഇപ്പോൾ പഴം വാട്ട് അതുപോലെയൊക്കെ ഉള്ളതൊക്കെ ചെയ്യുമ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ 200 ഗ്രാം പശു നെയ്യാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൽ നിന്നൊരു 100 ഗ്രാമൊക്കെ നമുക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ തേങ്ങാപ്പാൽ വറ്റി വരുമ്പോഴുള്ള വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അപ്പോൾ അതും കുറച്ചുണ്ടാവും. എന്തായാലും കുറച്ച് നെയ്യൊക്കെ അതിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് ചെരിച്ച് വെച്ചിട്ട് അതിൽ നിന്ന് വരുന്ന നെയ്യും കൂടി നമുക്ക് അതിൽ നിന്ന് മാറ്റാം. നമ്മളുടെ ലേഹ്യമൊക്കെ ചൂടാറി നല്ല സെറ്റായിട്ടുണ്ട്. നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. നല്ല സോഫ്റ്റാണ്, കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റസിയാസ് കിച്ചൻ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ട് കാണുന്ന ബെല്ലൈക്കനും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.